ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ സ്റ്റോറി റിവ്യൂ ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശിവേട്ടനും അതുപോലെ സുഭാഷും പ്രകാശും ഒക്കെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കമല. കമല മാത്രമല്ല ഹരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്, എന്താ കാര്യങ്ങൾ എന്നൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷനിലാണ് കമല കേട്ടോ. അങ്ങനെ വന്ന ഉടനെ തന്നെ എന്താണ് കാര്യങ്ങൾ, എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് കമല ധൃതി കൂട്ടുന്ന സമയത്ത് നീ ഒന്ന് ക്ഷമിക്കുക, അനങ്ങാണ്ടിരിക്കുക, ആദ്യം ഞങ്ങൾക്ക് കുറച്ച് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്ക് എന്ന് പറയാണ് ശിവേട്ടൻ. അങ്ങനെ കമലയ്ക്കാണെങ്കിൽ ധൃതി ഭയങ്കര വെപ്രാളമാണ്, എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നോർത്തിട്ട്. അങ്ങനെ കമല പെട്ടെന്ന് പോയിട്ട് അവർക്ക് കുടിക്കാനൊക്കെയുള്ള ജ്യൂസൊക്കെ എടുത്തുകൊണ്ടെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. കമലയ്ക്കാണെങ്കിൽ ഇതറിയാഞ്ഞിട്ടുള്ള ഒരു ആകാംക്ഷ ചെറുതൊന്നുമല്ല. ചോദിക്കുന്നുണ്ട്, എന്തായി പ്രകാശ, സുഭാഷേട്ടൻ എന്തായി സംഭവം, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ശിവേട്ടനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആകെ ഒരു എന്താ പറയുക, ഒരു അങ്കലാപ്പിലാട്ടോ. ഇതൊക്കെ സത്യമാണോ, വിശ്വസിക്കണോ, അതോ ബാലചന്ദ്രൻ ചുമ്മാ പറയണാണോ? പക്ഷേ അയാളുടെ സംസാരം കേട്ടിട്ട് ഇവർ അതൊക്കെ വിശ്വസിച്ചേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ക്ഷമ നശിച്ച് കമല ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട, എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയട്ടോ. അങ്ങനെ ശിവേട്ടൻ പറയുന്നുണ്ട്, പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, നമ്മൾ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ശരിക്കും അലീന അയാളുടെ മകള് തന്നെയാണ് എന്ന് പറയട്ടോ. അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്നോ? എന്തൊക്കെയാണ് ശിവേട്ട ഈ പറയണത്? അലീനയെ ദത്തെടുത്തു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല. ഇത്രയും നാൾ അയാൾ നമ്മൾക്ക് മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു. എല്ലാം അയാൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണ ശിവേട്ടൻ. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് ആകെ ആശങ്കയാണ്. എന്താ ഇപ്പോൾ സംഭവം എന്നുള്ളത് അറിയാഞ്ഞിട്ട് ഒന്ന് തെളിച്ച് പറ ശിവേട്ടൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. ആ സമയത്ത് ശിവേട്ടൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ബാലചന്ദ്രന് ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു സ്ത്രീയുമായി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും അങ്ങനെ അവർ ഭാര്യാഭർത്തൃ ബന്ധം പോലെ ജീവിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ പിരിഞ്ഞു. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ബാലചന്ദ്രൻ അറിയുന്നത് ആ സ്ത്രീയിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന്, ആ കുഞ്ഞൊരു ഓർഫനേജിൽ വളരുന്നുണ്ടെന്ന്. അപ്പോഴാണ് ബാലചന്ദ്രൻ അറിയുന്നത്. ആ സമയത്ത് ആ സ്ത്രീ മരിച്ചു പോയിരുന്നു എന്ന് പറയാട്ടോ. അങ്ങനെ അവളെ അന്വേഷിച്ചാണ് ബാലചന്ദ്രൻ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഓർഫനേജിൽ എത്തുന്നതും ബ്രിജിത്താമ്മ അലീനയെ മുന്നിൽ നിർത്തി കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ മകളാണ് എന്ന് പറയുന്നതും. അങ്ങനെ ബ്രിജിത്താമ്മയും ഈ ബാലചന്ദ്രനും തമ്മിൽ നടത്തിയൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്തതാണ് നമ്മുടെ വീട്ടിൽ എന്ന് പറയാണ്. അങ്ങനെ ബ്രിജിത്താമ്മ അച്ഛനെ കാണാൻ വരുന്നു. അതിനുശേഷം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നെ ഒരു ഹോം നേഴ്സിൻ്റെ രൂപത്തിൽ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഷോക്കടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കമല. എന്ത് മറുപടിയോ പറയണമെന്നറിയാതെ. സത്യമാണോ ശിവേട്ട ഇതൊക്കെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ, അങ്ങനെയാണോ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ബാലചന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയട്ടോ. പക്ഷേ ബാലചന്ദ്രൻ ആഗ്രഹ വിഷയങ്ങൾ പറഞ്ഞതൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് വൈജിയുടെ ആഗ്രയിലെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ബാലചന്ദ്രൻ വിഷയം വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ തട്ടിക്കൂട്ടി പറയുന്നതാണ്, അല്ലാതെ അതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് ശിവേട്ടനും. പ്രകാശൻ ഇങ്ങനെ ശിവേട്ടനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കമലയ്ക്കും സുഭാഷിനും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. കമലേൻ്റെ ഫാമിലിക്കൊന്നും ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. വൈജയ്ക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നതും അങ്ങനെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ശിവേട്ടനോട് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അതെന്താ സംഭവം ശിവേട്ട, ആഗ്രയിൽ വെച്ചിട്ട് വൈജയ്ക്ക് എന്ത് പറ്റി? വൈജയ്ക്കൊന്നും പറ്റിയില്ല, വൈജയ്ക്ക് അവിടെ ഒരു ജോലിയൊക്കെ കിട്ടിയിരുന്നല്ലോ, അപ്പോൾ ആ ജോലി ശരിയാക്കിയ ആളുമായിട്ട് വൈജയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. ബാലചന്ദ്രൻ അവളുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാനായിട്ട് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ശിവേട്ടൻ. എന്നാലും ഭയങ്കരമായി ബാലചന്ദ്രൻ ആൾ കൊള്ളാലോ, ഇത്രയും കാലം നമ്മളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചു, സ്വന്തം മകളെയാണ് ണല്ലോ ഇങ്ങോട്ടേക്ക് ഒരു വേലക്കാരിയെ പോലെ കൂട്ടിക്കൊണ്ടുവന്നത്. അതും എന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് അമ്മ വരുമെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് തന്നെ അലീന എത്തിച്ചേരുമെന്നറിയാം. അപ്പോൾ വെറുതെ അല്ല ബാലചന്ദ്രൻ ഇത്രയും നാളും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതല്ലേ എന്നൊക്കെ പറയണം. ഈ കാര്യങ്ങളൊക്കെ മനുവിന് അറിയാമോ എന്ന് ചോദിക്കണം. മനുവും കൂടിയിട്ടാണല്ലോ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, മനുവിനെയാണല്ലോ അച്ഛൻ അവളെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയട്ടോ. മനുവിന് ഇതൊന്നും അറിയാൻ വഴിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും മനു ഇതിന് കൂട്ടൊന്നും നിൽക്കത്തില്ല എന്ന് പറയണം. എന്നാൽ ഇപ്പം തന്നെ മനുവിന്
മനുവിനെ വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞ് കമല ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടപ്പോൾ അമ്മയാണെന്ന് കണ്ടപ്പോൾ എന്താ അമ്മ എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്താ അമ്മയെ പറഞ്ഞോ, നീ ഇങ്ങനെ കേട്ടാൽ ശരിയല്ല, വണ്ടി ഒന്ന് നിർത്തി എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയാട്ടോ. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് മനു വണ്ടിയിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കമലെ പറയുന്നുണ്ട്, നീ ഇത്രയും നാളും എന്താ ചിന്തിച്ചത്, ബാലചന്ദ്രൻ നിൻ്റെ റോൾ മോഡലായിരുന്നില്ലേ, ആ ബാലചന്ദ്രൻ്റെ യഥാർത്ഥ സംഭവങ്ങളൊക്കെ നിനക്കറിയാവോ എന്ന് ചോദിക്കണം. എന്താ അമ്മേ കാര്യം എന്താണെന്ന് പറയാം, അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന്. ഓ അതാണോ കാര്യം, അത് അങ്കിൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മകളായിട്ട് ദത്തെടുത്തു എന്നുള്ളത്, ഒരു പ്രൊമോഷൻ കൊടുത്തു, മകളായിട്ട് അംഗീകരിച്ചു എന്നുള്ളത്. അങ്ങനെ വെറുതെ ദത്തെടുത്തതൊന്നുമല്ല, ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണ് അലീന എന്ന് പറയട്ടോ. ഒന്ന് പോയേ അമ്മ ഇനി ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഇതേ ഞാൻ ഉണ്ടാക്കിയ കഥകളല്ല, നിൻ്റെ അച്ഛനും അമ്മാവനും കൊച്ചച്ഛനും ഒക്കെ കൂടി പോയി സംസാരിച്ചിട്ട് ബാലചന്ദ്രൻ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നീയല്ലേ അലീനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? അതെ ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് മുത്തച്ഛൻ പറഞ്ഞിട്ട്. എന്നാൽ നിന്റെ മുത്തശ്ശനിലേക്ക് എത്തിച്ചത് ആ ബാലചന്ദ്രനാണ്. അയാൾക്ക് മറ്റൊരു സ്ത്രീ ഗൾഫിൽ വെച്ചുണ്ടായ ഒരു ബന്ധത്തിലുണ്ടായ ഒരു മകളാണ് അലീന എന്ന് പറയട്ടോ. അത് കേട്ടതും ആകെ ഷോക്കായിട്ട് പോവുകയാണ് മനു. ഇതൊക്കെ കേട്ടത് വിശ്വസിക്കാനാവാത്ത ഒരു അവസ്ഥയിലാട്ടോ. അമ്മ എന്തായി പറഞ്ഞത്, അങ്കിളിന് ഗൾഫിൽ വെച്ചിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നോ? അതെ, അവിടെ വെച്ചിട്ട് ഏതോ ഒരു പിഴച്ചവളുമായിട്ട് ഒരു അഫെയറും ബന്ധമൊക്കെ ഉണ്ടായി, അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് ആ സ്ത്രീ നാട്ടിൽ വന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. ആ സ്ത്രീയും മരിച്ചു പോയി. അങ്ങനെ ബാലചന്ദ്രൻ ബ്രിജിത്താമ്മയെ പോയി കണ്ടിട്ടാണ് ആ സ്ത്രീ ഇവിടെ അച്ഛനെ കാണാൻ വന്നതും പിന്നെ അച്ഛൻ നിന്നെയും കൂട്ടിയിട്ട് കൂട്ടത്തിന് പോയതും എന്നൊക്കെ പറയട്ടോ. അപ്പം പറഞ്ഞത് കേട്ടപ്പോൾ മനുവും വിശ്വസിച്ച് പോവാണ്, ചിലപ്പോൾ ശരിയായിരിക്കും, മുത്തച്ഛനെ കാണാനായിട്ട് ആദ്യമായിട്ടാണ് ആ സ്ത്രീ വരുന്നത്. ആ സ്ത്രീ വന്ന് പോയതിന് ശേഷം മുത്തച്ഛൻ ആകെ ഒരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മനുവിനെയും കൂട്ടിയിട്ട് തന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴും സ്വകാര്യമായിട്ടാണ് സംസാരിച്ചത്, താൻ കേൾക്കാത്ത രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മനുവിന് ചിലപ്പോൾ അത് സത്യമായിരിക്കും എന്നിങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ചിലപ്പോൾ ശരിയായിരിക്കും, തന്നോട് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഒരിക്കലും കൈവിടരുത്, കണ്ണെത്തും ദൂരത്ത് അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, അവൾ സ്വന്തമാണ് എന്നൊക്കെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെയായിരുന്നോ, മുത്തച്ഛൻ എന്തിനാണ് അങ്കിളിന് ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കണം. അന്നേരം കമല പറയുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ടോ മനു ഞാൻ ഈ പറയുന്നതൊക്കെ എന്ന് ചോദിക്കുകയാണ്. ആ കേൾക്കുന്നുണ്ടമ്മേ, എന്നാൽ നേരെ നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് കാര്യങ്ങൾ ഇതൊന്ന് തീരുമാനമാക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വരാമേ, ഞാൻ ആദ്യം പോയിട്ട് അവളെയും അങ്കിളിനെ ഒന്ന് കാണട്ടെ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്ന് എനിക്ക് നേരിട്ട് അങ്കിളിൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയണം, അതുകൊണ്ട് ഞാൻ ആദ്യം കടപ്പാട്ടൂർ പോയിട്ട് അങ്ങോട്ടേക്ക് വരാം എന്ന് പറയണം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വെക്കുന്നുണ്ട്. എന്താ മനു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മനുവിന് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ട് അവൻ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് വരികയായിരുന്നു, ഇപ്പോൾ ഈ വിവരം കേട്ടപ്പോൾ നേരെ കടപ്പാട്ടൂർ പോയിട്ട് ബാലചന്ദ്രനെ കണ്ട് സംസാരിച്ചിട്ടേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ശിവേട്ടനൊക്കെ പറയുന്നുണ്ട്, ആ മനുവല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അപ്പോൾ അവന് തന്നെയാണ് അത് ചോദിക്കാനുള്ള അവകാശമുള്ളത്, അവൻ പോയി ചോദിക്കട്ടെ, സംസാരിക്കട്ടെ. ഇത്രയും നാൾ അവന് റോൾ മോഡലായിട്ട് കൊണ്ടു നടന്നത് സ്വന്തം അച്ഛനെ പോലും അല്ല, അങ്കിളിനെ ആയിരുന്നു. ആ അങ്കിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് പറയാണ് ശിവേട്ടൻ. അങ്ങനെ മനു നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനു വരുന്നതാണ്. മനു വരുന്ന സമയത്ത് ബബിതയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബബിത ഡോറ് തുറന്നു കൊടുത്ത് വൈജ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നതിന് എന്താ മനു നീ ഒരു മുന്നറിയിപ്പില്ലാതെ ചോദിക്കുമ്പോൾ അതെന്താ ആൻറ്റി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വേണോ വരാൻ? അല്ല, ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ, നീ ചുമ്മാതൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ എന്ന് പറയാണ്. നീ ഇപ്പോൾ അവളെ കാണാൻ വന്നതല്ലേ, എനിക്കറിയാം അവളെ കാണാൻ വന്നതാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ ഒന്നും കാണട്ടെ, ഇവിടെ എനിക്ക് നിങ്ങളല്ലേ ബന്ധുക്കളായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഓ ഞങ്ങളൊക്കെ എന്ത് ബന്ധുക്കൾ മനു, ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടത് ഇപ്പോൾ നിനക്ക് അവളല്ലേ, എനിക്കറിയാം നീ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയാട്ടോ. ആ സമയത്ത് എന്നാൽ ശരി അങ്ങനെ ആവട്ടെ, അലീന എവിടെയെന്ന് ചോദിക്കുക കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും എന്ന് പറയുമ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട് അവളെ എവിടെയടി എന്ന് ചോദിക്കുമ്പോൾ റൂമിലുണ്ടായിരിക്കും, ഇവിടെ കിച്ചണിലൊന്നും ഇല്ല എന്ന് പറയണം. ശരി ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് അലീനയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അലീന റൂമിൽ മനു കയറി വരുന്നത് കണ്ടപ്പോൾ ആകെ ഒന്ന് അതിശയിച്ച് പോകുന്നുണ്ട്. ആ മനുവേട്ടൻ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇതേ വന്ന് കയറിയതേ ഉള്ളൂ, മനുവേട്ടൻ എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്ന സംഭവം
മനു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമാണ് മനുവിന് സംസാരിക്കാനുള്ളത് എന്ന് മനസ്സിലാവും കേട്ടോ. എന്താ മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ മനുവേട്ട, എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഒരുപാട് പൊട്ടം കളിക്കേണ്ട അലീന, എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് നിനക്കറിയാം, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് നിനക്കറിയാം. നീ അറിയാത്ത ഒന്നും ബാലചന്ദ്രൻ ഞങ്ങൾ ഇക്കാര്യങ്ങളൊന്നും അവിടെ പോയി പറയത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഒന്നും പറയുന്നില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതല്ലേ, നിൻ്റെ കൂടെ ഏത് കാര്യത്തിനും ഞാൻ സപ്പോർട്ടായിട്ട് നിന്നതല്ലേ, എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചില്ലേ, എന്തിനാണ് ഇങ്ങനെ എല്ലാം ഒളിച്ചു വെച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മനുവേട്ട എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി അലീന, നീ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകൾ തന്നെയാണോ ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. ആ സമയം മനുവിൻ്റെ അടുത്ത് മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ അലീന, എന്താണെങ്കിലും വാ തുറന്ന് പറ എന്ന് പറയുമ്പോൾ അലീന അങ്ങനെ തലയാട്ട കേട്ടോ, അതേ എന്നുള്ള രീതിയിൽ. അപ്പോൾ മനു ആകെ ഷോക്കാവുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, ആരാണ് നിൻ്റെ അമ്മ, എവിടെയാണ് അവർ, നീ എന്താ ഇത്രയും നാളും ഇതൊന്നും പറയാതിരുന്നത്, എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അലീനയോടുള്ള ഒരു സ്നേഹമൊക്കെ ഇത്തിരി കുറഞ്ഞതുപോലെയാണ് മനുവിൻ്റെ സംസാരം കേട്ടോ. അതായത് അലീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അവളുടെ നന്മയും സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരു പാവം പെൺകുട്ടി എന്നുള്ളൊരു ഇഷ്ടം അവന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ മനുവിൻ്റെ ആകെ മനസ്സൊക്കെ കൈവിട്ട് പോവാണ്. എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയാട്ടോ. മനു അന്നേരം പറയുന്നുണ്ട്, ഞാൻ എന്തോരം നിന്നെ സപ്പോർട്ട് ചെയ്തതാണ്, ഇപ്പോൾ ഞാൻ ആരായി, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വെറും ഒന്നിനും കൊള്ളാത്തവനായി പോയില്ലേ, എല്ലാവരും ഇനി എന്നെയല്ലേ കുറ്റം പറയത്തുള്ളൂ, ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു നാടകം നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചിട്ട് അതിനിടയിൽ പെട്ടുപോയ ഒരാളായില്ലേ, ഇനി ഞാൻ എന്ത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ എല്ലാവരും ഇനി എന്നല്ലേ പഴിക്കത്തുള്ളൂ എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ ഒരു മറുപടിയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. വീണ്ടും മനു ചോദിക്കുന്നുണ്ട്, ആരാണ് നിൻ്റെ അമ്മ, അവരെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല മനുവേട്ട എന്നാണ് അലീന പറയുന്നത്. മനു പറയുന്നുണ്ട്, ശരി ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ, ഇത്രയും നാളും അങ്കിൾ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു അല്ലേ ഇക്കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട്, എന്നാലും അങ്കിളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ബാലചന്ദ്രനെ എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചതിൽ അലീനയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മനു ഇങ്ങനെ തെറ്റിദ്ധരിച്ചപ്പോൾ, കാരണം മനു ബാലചന്ദ്രനെ ഒരു റോൾ മോഡലാക്കിക്കൊണ്ടാണ് പോണത് എന്ന് നന്നായിട്ട് അലീനയ്ക്ക് അറിയാം. കാരണം ബാലചന്ദ്രൻ ഒരു പക്ക പെർഫെക്റ്റ്, ഒരു 90% ആണെങ്കിലും പെർഫെക്റ്റ് മനുഷ്യനാണ്. കാരണം എല്ലാ മനുഷ്യന്മാരൊന്നും 100% പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ അത്രയും ഒരു കാര്യങ്ങളൊക്കെ അയാളുടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും അയാളുടെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മനു പോണത്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മനുവിൻ്റെ മേത്തോട്ടായിരിക്കും കയറുക ഈ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മനുവിന് അതാണ് ഒരു ടെൻഷൻ, ഞാനിതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയല്ലോ, അങ്കിളും അലീനയും കൂട്ടിയിട്ട് തന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ് മനുവിനുള്ളത്. അങ്ങനെ മനു മുകളിലേക്ക് കയറി പോകട്ടോ. അതേസമയം കാണിക്കുന്നത് ശിവേട്ടൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. മുത്തശ്ശി ഇവർ വന്ന വിവരം അറിഞ്ഞിട്ടൊന്ന് വന്നെങ്കിൽ, കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കണം, ആകെ ടെൻഷനായിട്ട് ഇരിക്കണം. അപ്പോൾ ശിവേട്ടൻ കയറി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി ശിവ, പോയ കാര്യം ബാലചന്ദ്രനെ കണ്ടോ, സംസാരിച്ചോ, എന്തു പറഞ്ഞു, അലീനയെ പറഞ്ഞേക്കാമെന്ന് സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയെ ബാലചന്ദ്രൻ ഒരിക്കലും പറഞ്ഞേക്കത്തില്ല അമ്മേ എന്ന് പറയട്ടോ. അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അലീന അയാളുടെ മകളാണ് എന്ന് പറയട്ടോ. അതിപ്പോൾ ബാലചന്ദ്രൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതല്ലേ, അവളെ മകളായിട്ട് അംഗീകരിച്ചു, ദത്തെടുത്തു എന്നൊക്കെ. പക്ഷെ അതുകൊണ്ട് ശരിക്കും മകളാവത്തില്ലല്ലോ എന്ന് പറയട്ടോ. അങ്ങനെയല്ല അമ്മേ കാര്യങ്ങൾ. ശരിക്കും അലീന ബാലചന്ദ്രൻ്റെ മകളാണ്, ബാലചന്ദ്രനെ മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണ് അലീന എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാകെ ഞെട്ടിപ്പോവാണ്. എന്താ ശിവ നീ പറയണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയട്ടോ. അതേ അമ്മേ, ബാലചന്ദ്രൻ ദുബായിൽ വെച്ചിട്ട് ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും അവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞാണ് ഓർഫനേജിൽ വളർന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന എന്ന് പറയട്ടോ. ഇത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കായി പോകണില്ല, ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കത്തില്ല, ബാലചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെയാണ് അമ്മ പറഞ്ഞത്, അയാൾ ആണയിട്ട് പറഞ്ഞു അയാൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിനിടയ്ക്ക് അയാൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയട്ടോ. എന്ത് കാര്യം? ആഗ്രയിലെ കാര്യങ്ങൾ, വൈജിയെ സംബന്ധിച്ച കാര്യങ്ങൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു എന്ന് പറയട്ടോ. എന്താ അയാൾ നിന്നോട് ചോദിച്ചത്? ആഗ്രയിൽ വെച്ചിട്ട് ബാലചന്ദ്രന് വൈജിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ, ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട്, അയാളല്ലേ അവൾക്ക് ജോലി ശരിയാക്കി കൊടുത്തത്, അവർ തമ്മിൽ അടിക്കടി കാണുകയും
പ്രണയത്തിലാവുകയും ചെയ്തില്ലേ എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയാട്ടോ. അതോടെ കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിപ്പോകണം. അപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ സംശയങ്ങൾ വരിക കേട്ടോ. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിച്ചോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മ, അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും അയാൾക്കും ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നല്ലോ, ഒരു ബന്ധം, ഒരു കുഞ്ഞൊക്കെ ജനിച്ചില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞാലും പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്ന് പറയുന്നത് എന്നുകൂടി പറയാണ് ശിവേട്ടൻ. പിന്നീട് കാണിക്കുന്നത് മനു ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നതാണ്. മനുവിൻ്റെ മുഖമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് മനുവിൻ്റെ മുഖം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയാണ്. മനു വന്ന ഉടനെ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്കിളെ, ഞാൻ എന്തൊക്കെയാണ് ഈ കേട്ടത്, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മനു എന്ന് പറയാം കേട്ടോ. എന്നാലും അങ്കിളെ, അങ്കിൾ എന്തൊരു മനുഷ്യനാണ്, ഈ ആയ കാലത്ത് കണ്ടവളുമാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് അതിലൊരു കൊച്ചിനെ സമ്പാദിച്ച് അങ്ങനെ നടന്ന ഒരു ആഭാസനാണോ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അങ്കിളിനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ എത്തുക കേട്ടോ. അപ്പോൾ മനു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ചെറിയൊരു വിഷമമുണ്ടെങ്കിലും പക്ഷേ ശരിക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം തെറ്റ് കണ്ടാൽ അവിടെ പ്രതികരിക്കുന്ന ആളാണ് മനു. അല്ലാതെ ബാലചന്ദ്രനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ ഈ ചെയ്ത പ്രവൃത്തി വളരെ തെറ്റാണ്, മോശമാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരൻ തന്നെയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് മനു ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിടാ മോനെ നിൻ്റെ ഈ പെർഫോമൻസ്. കാരണം ഞാനൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ നീ എനിക്കെതിരെ നിന്നില്ലേ, ഞാൻ ആ തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അങ്കിൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുത്തേക്കുന്നത്, എല്ലാവരും ഇതല്ലേ കേട്ടിരിക്കുന്നത്, ഇപ്പം ഞാൻ ആരായി, നിങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ ആരായി, നിങ്ങൾ എല്ലാവരും കൂടി നാടകം കളിക്കുകയായിരുന്നു, അങ്കിളും അലീനയും കൂടി നാടകം കളിക്കുകയായിരുന്നു എൻ്റെ മുന്നിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. മനു, ഞാൻ എപ്പോഴെങ്കിലും കഴക്കൂട്ടത്ത് പോയ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആദ്യം നമ്മൾ തമ്മിൽ പോയപ്പോൾ ആദ്യമായിട്ടല്ലേ നമ്മൾ തമ്മിൽ അവിടെ എത്തിയത്. അതെ, അതൊക്കെ അങ്കിളിൻ്റെ അഭിനയമായിരുന്നെങ്കിലോ. എന്നാൽ നീ കേട്ടോ മനു, ഞാൻ മറ്റൊരു കഥ നിന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വൈജയും സ്റ്റാൻലിയും തമ്മിലുള്ള ആ ഒരു കഥയുണ്ടല്ലോ, ആ കാര്യം ഇങ്ങനെ പറയട്ടെ. ശരിക്കും അലീന എൻ്റെ മകളല്ല മനു, നിൻ്റെ ആൻറ്റിയുടെ മകളാണ് എന്ന് പറയട്ടോ. നിൻ്റെ ആൻറ്റിക്ക് ആഗ്രയിൽ വെച്ച് ഒരു ബന്ധമുണ്ടാവുകയും അവരൊരുമിച്ച് താമസിക്കുകയും അതിൽ പിറന്ന മകളാണ് അലീന എന്ന് പറയുന്നത്. ഇതറിയാവുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അലീനയും കൃഷ്ണമോളുമാണ്. ഇപ്പോൾ ഇതേ നീയും അറിഞ്ഞിരിക്കുന്നു. ഇതറിയാവുന്ന 2 പേരാണ് ഉണ്ടായിരുന്നത്, രാവുണ്യമ്മാമയും നിൻ്റെ മുത്തശ്ശനും. 2 പേരും ഈ ലോകത്തില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ബ്രിജിത്താമ്മയും ലോകത്തില്ല. അലീനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് മനു ആകെ ഷോക്കായി പോകണം. മനു പൊട്ടിക്കരഞ്ഞു പോവാട്ടോ ബാലചന്ദ്രൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട്. അങ്കിളെ സോറി അങ്കിളെ, എന്നോട് ക്ഷമിക്കെങ്കിലേ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ സാരല്ലേടാ മോനെ, എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തെറ്റ് കണ്ടാൽ അവിടെ പ്രതികരിക്കുന്നവനാണ് നീ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ആര് ചെയ്താലും, സ്വന്തം അച്ഛൻ ചെയ്താലും നീ അതിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു വിഷമവുമില്ല അങ്കിളിന് എന്ന് പറയണം. എന്നാലും അങ്കിളെ, ഞാൻ അങ്കിളിനെ എന്തൊക്കെയോ പറഞ്ഞു പോയില്ലേ എന്ന് പറയുമ്പോൾ സാരല്ല പോട്ടെ എന്ന് പറയണം. അങ്കിളെ, എന്നാലും അലീന എങ്ങനെ അങ്കിൾ ഇതൊക്കെ സഹിച്ച് ഇത്രയും നാൾ ഇതൊക്കെ മറച്ചു വെച്ച് ഇവിടെ താമസിച്ചത്, അങ്കിൾ എങ്ങനെയാണ് അങ്കിൾ ഇതൊക്കെ കണ്ടെത്തിയത്, എങ്ങനെ അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കോൾ റെക്കോർഡിങ്സ് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാനിങ്ങനെ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കോൾ റെക്കോർഡിങ്സ് മനുവിനെ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനു ആകെ തകർന്നൊരു മനുഷ്യനായിട്ടാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നീ അവളെ കൈവിട്ട് കളയരുത് മനു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവൾക്ക് നീ ഉണ്ടാകണം, കൂട്ടായിട്ട് തണലായിട്ട് നീ ഉണ്ടാകണം എന്ന് പറയണം. ഉറപ്പായിട്ടും അങ്ങളെ, അലീനയെ ഞാൻ ഇനി ഒരിക്കലും കൈവിട്ട് കളയത്തില്ല എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ മനു പിന്നെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ അലീനെ അവിടെ ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ കിച്ചണിലുണ്ടായിരിക്കും അലീന. നേരെ കിച്ചണിലേക്ക് പോവുകയാണ് മനു. അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്ത് അലീന അവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനുവേട്ട വന്ന് ഞാൻ ചായ എടുക്കട്ടെ മനുവേട്ടനെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ ആകെ വിഷമിച്ചു പോകണം അലീനയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, മതി നിർത്ത് അലീന, എനിക്ക് ഇതൊന്നുമല്ല നിന്നോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇനിയും വീണ്ടും എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ മനുവേട്ട, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്കിളിനെ കണ്ടു, സംസാരിച്ചു, അങ്കിൾ ഇനി എന്നോട് പറയാനായിട്ട് ഒന്നും ബാക്കിയില്ല, എല്ലാ കാര്യങ്ങളും അങ്കിൾ എന്നോട് പറഞ്ഞു എന്ന് പറയാട്ടോ. നീ എൻ്റെ ആൻറ്റിയുടെ മകളാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന ഞെട്ടിപ്പോവാണ്. മനുവേട്ട എന്ന് പറയുമ്പോൾ അതെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന്
പൊട്ടിക്കരഞ്ഞു പോവാണ്. മനു ആണെങ്കിൽ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ രണ്ടുപേരും പൊട്ടിക്കരയാട്ടോ. അങ്ങനെ മനു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേക്കാണ്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലവും ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.